മീനച്ചൽ ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റൂട്ടിലാണ്. കാളകെട്ടിക്ക് പിണ്ണാക്കനാടിന് സമീപത്താണ് നമ്മളിപ്പോൾ നിൽക്കുക. അപ്പോൾ ഇവിടെ 12 സെൻറ്റ് സ്ഥലത്തിൽ 1600 മേളിൽ സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിയിൽ നല്ലൊരു ഗംഭീരമായിട്ടുള്ളൊരു വീടാണ് നമ്മളിപ്പോൾ കാണുക. നല്ലൊരു ഡിസൈനോട് കൂടി നമ്മളിപ്പോൾ പുതിയതായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ കാണാത്ത ഒരു ഡിസൈൻ വർക്കോട് കൂടിയുള്ള നല്ലൊരു വീടാണ്. അകത്തേക്ക് കയറിയാൽ ഇൻറ്റീരിയർ വർക്കുകളും സൂപ്പറാണ്. നല്ല മുറ്റമുണ്ട്. എത്ര വണ്ടി വേണമെങ്കിലും കയറ്റിയിട്ട് തിരിച്ചിറങ്ങി പോകാവുന്ന രീതിയിലുള്ള നല്ല മുറ്റമുള്ള സൗകര്യമുള്ള ഒരു വീടാണിത്. അപ്പോൾ ഇത്രയും സൗകര്യപ്രദമായ ഇത്രയും നല്ല നിലവാരത്തിൽ തീർത്തിരിക്കുന്ന വീട് ഹൈവേയിൽ നിന്നും ഉള്ള ദൂരം എന്ന് പറയുന്നത് 200 മീറ്റർ ദൂരം മാത്രമാണ്. ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി ഹൈവേ 24 മണിക്കൂറും വാഹന സൗകര്യമുള്ള ഹൈവേയിൽ നിന്നും 200 മീറ്റർ ദൂരം മാത്രം മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കിണർ ഒരിക്കലും പറ്റാത്ത വെള്ളമുണ്ട്. വെള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഒരിക്കലും പറ്റില്ല എന്നുള്ളതിന് ഗ്യാരണ്ടിയാണ്. ഓണർ പറഞ്ഞത് ഞാൻ ഗ്യാരണ്ടി എഴുതി കൊടുക്കാം, അത്രയ്ക്ക് എനിക്ക് ഉറപ്പാണ്. ഒരിക്കലും വെള്ളം പറ്റില്ല. കാരണം വീട് പണിയുന്ന സമയത്തൊക്കെ എന്തുമാത്രം വെള്ളം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരിക്കലും വെള്ളത്തിനൊരു ഷോർട്ടേജ് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഉറപ്പ് പറയുക. കാരണം അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുന്നിടത്ത് ചെറിയൊരു ഷെഡ് പോലെ ഒരു റൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം തുണിയിലൊക്കെ ഉണങ്ങാനിടാനോ വാഷിംഗ് മെഷീൻ വെച്ച തുണിയിലൊക്കെ ഉണങ്ങാനിടാനോ അല്ലെങ്കിൽ ഇങ്ങനെ ചക്ക മാങ്ങ പോലെയുള്ള തേങ്ങ പോലെയുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ കൊണ്ടുവന്നിട്ട് വെട്ടാനൊക്കെ ആയിട്ട് മഴ നനയാതെയും വെയിൽ കൊള്ളാതെ ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനം അവിടെ ചെയ്തിരിക്കുക. അവിടുന്ന് നമ്മൾ നേരെ വീണ്ടും ഇപ്പുറത്തെ സൈഡ് വഴി വന്ന് നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ദൃശ്യങ്ങളിലേക്ക് വീണ്ടും പോവുകയാണ്. കാരണം നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറി വീട് കാണണ്ടായി. ആദ്യം ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണിച്ചിട്ട് അകത്തേക്ക് കയറി കാണുക എന്നുള്ളതാണ് മീനച്ചൽ ഹോംസിൻ്റെ ഒരു സ്റ്റൈല്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ മുന്നോട്ട് പോകുന്നു. മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇവിടെ നല്ല മുറ്റവും സൗകര്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിറ്റ് ഔട്ട് നല്ലൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ നമുക്ക് കാണുന്നത്. വീടിൻ്റെ ഏകദേശം ഒരു ഫ്രണ്ട് വ്യൂ ഒന്നുകൂടി നമ്മൾ കാണിക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം. സിറ്റ് ഔട്ട് മുഴുവൻ ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുക. അതുപോലെ തന്നെ പില്ലറിൽ ഒരു ഡിസൈനോടുകൂടി നല്ലൊരു ക്ലാഡിംഗ് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. കാർ പോർച്ച് വലിയ ഒരു കാർ പോർച്ചാണ്. ഇനി നമ്മൾ വീടിൻ്റെ ഡബിൾ പാളിയാണ് ഡോറ്. നല്ല തേക്കിൻ തടികളാൽ നിർമ്മിതമായ ഡബിൾ പാളി ഡോറാണ്. നേരെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ നല്ലൊരു വെർട്ടിഫൈഡ് ടൈല് ആണ് ഇവിടെ ഇട്ടിരിക്കുക. നല്ല കളർ ഡിസൈനുള്ള നല്ല ടൈല്. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ ഇൻറ്റീരിയർ വർക്കോട് കൂടി വർക്കുകൾ കാണുകയാണ്. ഇവിടെ നിന്ന് നേരെ മുൻവശത്തായിട്ട് ടിവിയുടെ യൂണിറ്റ് വന്നിട്ടുണ്ട്. TV യൂണിറ്റിൻ്റെ അവിടുന്ന് വലതുവശത്തേക്ക് പോയാൽ ഡൈനിങ് ഹാള്, ഇടതുവശത്ത് ആദ്യമേ 2 ബെഡ്റൂമുകളുണ്ട്. 4 ബെഡ്റൂം അറ്റാച്ച്ഡ് വീടാണ് ഇത് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഹൈവേയിൽ നിന്ന് ഇത്രയും ദൂരമേ ഉള്ളൂ, പറ്റാത്ത വെള്ളമുണ്ട്, വെള്ളം കയറത്തില്ല. അതുപോലെ തന്നെ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് വീടാണ്. നമുക്ക് ബെഡ്റൂമുകളൊക്കെ ആണെങ്കിലും സാമാന്യം വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. നല്ല ഒരു ജനൽപ്പാളികൾ, സൗകര്യങ്ങൾ, AC-യുടെ പോയിൻ്റ്. ഇന്നത്തെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭയങ്കരമായ ചൂടാണല്ലോ ഇപ്പോൾ. അപ്പോൾ എല്ലാ വീട്ടിലും AC മേടിച്ച് വെക്കാനായിട്ട് ആരംഭിച്ചു കഴിഞ്ഞു. AC ഇല്ലാത്ത വീടുകളിലും AC മേടിച്ച് വയ്ക്കുവാനായിട്ട് ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ AC-യുടെ പോയിൻ്റ് കാര്യങ്ങൾ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റാണ് ഇവിടെ കാണുക. ഈ വീടിൻ്റെ സ്ഥലത്തിന് കൂടെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 60 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസാണ്. കടയിൽ പോകാൻ, അതുപോലെ തന്നെ കടകൾ, ഹൈവേ, ബസ് സ്റ്റോപ്പ് ഇതെല്ലാമായിട്ട് ഒരു ബാങ്ക് ആവട്ടെ, കടകളാവട്ടെ, അതെല്ലാം ഒരു 200 മീറ്റർ ദൂരത്തിൽ. പള്ളിയിലേക്ക് പോകുവാനായിട്ടാണെങ്കിൽ ഒരു 700 മീറ്റർ ദൂരം. അമ്പലത്തിൽ പോകാനായിട്ടാണെങ്കിൽ ഒരു 1.5 കിലോമീറ്റർ ദൂരം ചെന്ന് കഴിഞ്ഞാൽ അമ്പലമായി. ഇവിടെ നിന്ന് മുണ്ടക്കയം പോകാൻ, അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, ഈരാറ്റുപേട്ട, പാല, പള്ളിക്കത്തോട്, കോട്ടയം അല്ലെങ്കിൽ ഇടുക്കി ജില്ലകളിലേക്കൊക്കെ കയറുവാൻ
ആലപ്പുഴ ജില്ലകളിൽ പത്തനംതിട്ട ഭാഗത്തുള്ളവർക്കൊക്കെ വരുവാനൊക്കെ ആയിട്ട് ഏറ്റവും എല്ലാ മേഖലയിലേക്കും നല്ലൊരു തുറവിയുള്ളൊരു നാടാണ് ഈ പിണ്ണാക്കനാട് ഏരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ടൗണുകളിലേക്കും പെട്ടെന്ന് ചെല്ലാം. 5 മിനിറ്റും കൊണ്ട് ഈരാറ്റുപേട്ടയിലോ കാഞ്ഞിരപ്പള്ളിയിലോ നമുക്ക് ബസ്സിന് കയറി ചെല്ലാൻ പറ്റുന്ന രീതിയിലുള്ള ദൂരമേ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും എരുമേലിയിലെ നിർദ്ദിഷ്ട എയർപോർട്ടുമായിട്ടും ചെറിയ ദൂരം മാത്രമാണ് ഉള്ളത്. അങ്ങനെ 2 ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം നമ്മൾ ഇനി ഡൈനിങ് ഹാളിന് സമീപത്തേക്ക് പോവുകയാണ്. ഡൈനിങ് ഹാള് നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാള്, നല്ലൊരു പ്ലാനാണ് ഇതിൻ്റെ. കാരണം ഒട്ടും സ്പേസ് വെറുതെ കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് 4 ബെഡ്റൂം വീട് ഇവിടെ ചെയ്യാൻ പറ്റിയത് എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നല്ല എഞ്ചിനീയറിംഗ് ആണ്. ഈ എഞ്ചിനീയറുടെ നമ്പർ ഒന്ന് കിട്ടിയാൽ മേടിച്ച് വെച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം അത്രയ്ക്ക് നല്ലൊരു പ്ലാനാണ്. കാരണം ഒട്ടും സ്പേസ് കളയാത്ത രീതിയിലുള്ള ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാള്. ഡൈനിങ് ഹാളിൽ ഒരു ചെറിയ കോക്കറി ഷെൽഫ്, അതുപോലെ തന്നെ വാഷ് ഏരിയ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ 2 ബെഡ്റൂമുകളാണുള്ളത്. 2 ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. ഫുൾ ലോൺ വേണ്ടവർക്ക് അതും ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നല്ല മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് എന്നാണ് പറയാനായിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നടന്നു ചെന്ന 4ാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഇവിടുന്ന് അറ്റാച്ച്ഡ് തന്നെയാണ്. അങ്ങനെ നമ്മൾ 4 ബെഡ്റൂമും കണ്ട് നമ്മളിനി കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. കിച്ചനും കൂടെ കണ്ടുകൊണ്ട് നമുക്ക് വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യാം. നല്ലൊരു ഗംഭീരമായിട്ടുള്ളൊരു കിച്ചണിലേക്കാണ് നമ്മളിവിടെ കയറുക. നല്ല തടികളാൽ നിർമ്മിതമായ കബോർഡ് വർക്കുകൾ, ഇഷ്ടംപോലെ കബോർഡ് വർക്കുകളുണ്ട്. അതുപോലെ നല്ല എല്ലാ പാത്രങ്ങളൊക്കെ എടുത്ത് അടുക്കി വയ്ക്കാനൊക്കെ പാകമായ രീതിയിൽ നല്ല കബോർഡ് വർക്കുകളാണ് നമ്മളിവിടെ കാണുക. ഇവിടെ നിന്ന് നമ്മൾ നേരെ കിച്ചൻ്റെ ഇത് കണ്ട മേളിലെ കബോർഡ് വർക്കുകൾ. ഇത് ഒരു ഇപ്പുറത്തായിട്ടൊരു വർക്ക് ഏരിയയുടെ ഒരു സ്പേസാണിത്. അവിടെയും നല്ല കബോർഡ് വർക്കുകളുണ്ട്. നല്ല കബോർഡ് വർക്കുകളാൽ ഫ്രിഡ്ജ് വെക്കുവാനോ വാഷിംഗ് മെഷീൻ വെക്കുവാനൊക്കെ ഉള്ള പോയിൻറ്റുകൾ ഇവിടെയൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗംഭീരമായൊരു വീട്, നല്ല ഗംഭീര ലൊക്കേഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീട് സ്ഥലവും മിസ് ചെയ്യരുത്. നല്ല വീടുകളുള്ള നല്ലൊരു ലൊക്കേഷനിലാണ്. ഹൈവേയിൽ നിന്നും 200 മീറ്റർ ദൂരം മാത്രമാണ്. 60 ലക്ഷം രൂപ ചോദിക്കുന്ന 4 ബെഡ്റൂം വീട്, 60 ലക്ഷം രൂപ ചോദിക്കുന്ന 4 ബെഡ്റൂം വീടാണ് ഇത്. അപ്പോൾ 4 ബെഡ്റൂം വീട് ആണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ഇതാ വിലക്കുറവിൽ ഒരു വീട് എന്ന് നിങ്ങളോട് എടുത്ത് പറയേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. പുതിയ വീഡിയോയുമായി എന്നും മീനച്ചിൽ ഹോംസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. പുതുപുത്തൻ വീഡിയോയുമായി വരുന്നതുവരേക്കും ഗുഡ് ബൈ.